ഉദയൻ നിന്നെ അങ്ങനെ എഴുതി തള്ളിയിട്ടൊന്നുമില്ല. അങ്ങനെ അവൻ ചെയ്യില്ല. നന്ദനയും കുറച്ചൊക്കെ ഒന്ന് മാറണം. ഏതോ ഒരാളുടെ കാര്യം പോലെയാ നീ ഉദയനെപ്പറ്റി സംസാരിക്കുന്നത്. അതല്ല ശരി. നിന്റെ ഭർത്താവാണ് ഉദയൻ. അമ്മേ, നിന്റെ ജീവിതത്തിൽ ഇനി അത് മാത്രമാണ് സത്യം. കർക്കടക മാസമായി. രാമായണം ഒന്ന് ബൈൻഡ് ചെയ്യിക്കണമെന്ന് വിചാരിച്ചതേ ഉള്ളൂ. ഞാൻ മറന്നുപോയി. അമ്മ എന്നോട് പറയാതിരുന്ന എന്താ? എന്തിനാ പഴയത് ബൈൻഡ് ചെയ്യുന്നത്? ഞാൻ പുതിയ രാമായണം വാങ്ങിത്തരില്ലേ? നാളെ വരുമ്പോഴാവട്ടെ തീർച്ചയായിട്ടും അധ്യാത്മ രാമായണത്തിന്റെ ഏറ്റവും പുതിയൊരു കോപ്പി ഞാൻ അമ്മയ്ക്ക് വാങ്ങിത്തരും. ഭഗവത്ഗീത വാങ്ങിക്കണമേ? പുതിയതൊന്നും വാങ്ങിക്കണ്ട. സന്ധ്യയ്ക്ക് ശകലം നേരം വായിക്കണം. ഈ രാമായണം ഒന്ന് ഒട്ടിച്ചു കിട്ടിയാൽ മതി. വന്ന് വന്ന് അമ്മയുടെ ഒരാവശ്യം ഇപ്പൊ എന്നോട് പറയാറില്ല. എനിക്ക് അങ്ങനെ വിശേഷിച്ച ആവശ്യങ്ങളൊന്നും ഇല്ലെന്ന് നിനക്കറിയില്ലേ? പിന്നെന്താ? അടുത്ത ഞായറാഴ്ച ഗുരുവായൂരൊന്ന് പോയാ കൊള്ളാന്ന് വിചാരിക്കുക. അമ്മ വരുന്നോ? നിങ്ങൾ പോയിട്ട് വാ. പതിവില്ലാതെ എന്താ ഗുരുവായൂരപ്പനെ കാണണമെന്നൊരു തോന്നല്? കുടുംബത്തെ ഏതൊരു പുതിയ സംരംഭം തുടങ്ങുമ്പോഴും ഗുരുവായൂർ പോയി അനുഗ്രഹം വാങ്ങിക്കാറില്ലേ? ആ പതിവ് തെറ്റിക്കണ്ടെന്ന് വിചാരിച്ചു. ആഹാ, ഇപ്പോഴെന്താ ഒരു പുതിയ സംരംഭം? ആ, കഴിഞ്ഞ ദിവസം നീ ഉദയനോട് പറഞ്ഞ സിനിമാ നിർമ്മാണമാണോ? നമുക്കതൊന്നും പറ്റിയ രംഗമല്ല ഇത്. ഈ സിനിമ കണ്ടമാനം പണച്ചെലവ് വരും. ഇപ്പൊ അങ്ങനെ ഒരു പരീക്ഷണം വേണ്ട. സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്ന കാര്യമല്ല അമ്മേ. പിന്നെ ടൗണില് 1-2 പുതിയ ടെക്സ്റ്റൈൽ ഷോറൂംസ് വരുന്നുണ്ട്. വലിയ പാർട്ടീസാ. ഉടനെ ഇല്ല, എന്നാലും പുതിയ കടകൾ വരുന്നതിന് മുമ്പ് നമ്മളൊന്ന് മുഖം മിനുക്കണ്ടേ? അതിന് വെഡ്ഡിംഗ് സാരികൾക്ക് മാത്രമായിട്ട് നമ്മളൊരു പുതിയ ഷോറൂം തുടങ്ങുന്നു. പുത്തൻ ഫാഷനുകളുടെ ഒരരങ്ങായിരിക്കണം കുന്നത്തൂർ ടെക്സ്റ്റൈൽസിന്റെ പുതിയ കട. ആര് വന്നാലും നമ്മളോട് മത്സരിച്ച് ജയിക്കാൻ പാടില്ല. ഇപ്പോഴേ നമ്മളത് ചെയ്തില്ലെങ്കിൽ ബിസിനസ്സിന് ക്ഷീണം തട്ടും. അമ്മ എന്താ ആലോചിക്കുന്നത്? ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ? മനസ്സിലായി. പക്ഷേ പുതിയ കട തുറക്കണമെങ്കിൽ കാശ് വേണ്ടേ? വേണം. നല്ലൊരു തുക തന്നെ വേണ്ടിവരും. ഇപ്പൊ അതിനെന്താ വഴി? വഴി ഞാൻ കണ്ടിട്ടുണ്ടമ്മേ. അതാണ് ഈ ഫയലില്. ബിസിനസ്സിൽ എനിക്ക് ഉത്തരവാദിത്തം പോരാന്നല്ലേ അമ്മയ്ക്കുള്ള പരാതി. അത് കേട്ടപ്പോൾ വാശിയായി എനിക്ക്. അമ്മയുടെ ധാരണ തിരുത്തിട്ടേ ഉള്ളൂ ബാക്കി കാര്യം. ഫയലിൽ എന്താന്ന് പറ. ഇത് വർഷം തോറും നമ്മൾ ഗവൺമെന്റിലേക്ക് സബ്മിറ്റ് ചെയ്യുന്ന ചില ഡിക്ലറേഷൻസ് ആണ്. എന്നുവെച്ചാ? ബിസിനസ് അല്ലേ അമ്മേ? ടാക്സ് സംബന്ധമായ വിവരങ്ങൾ, വിറ്റുവരവ് കണക്കുകൾ എല്ലാം ഗവൺമെന്റിനെ ബോധിപ്പിക്കണം. അതൊരു ചടങ്ങാ. അമ്മ ഇതിൽ ഒപ്പിടണം കേട്ടോ. ഞാൻ വായിച്ചു കേൾപ്പിക്കാം. എന്നിട്ട് മതി സൈൻ ചെയ്യുന്നത്. മുതൽ മുടക്കാനുള്ള പണത്തിന്റെ കാര്യം പറ. അതാ പറയാൻ പോകുന്നത്. ബിസിനസ് വിപുലപ്പെടുത്താൻ ആവശ്യമായ തുക നമുക്ക് ബാങ്ക് തരും. ബാങ്കോ? അതേ അമ്മേ, സിറ്റി ബാങ്ക്. സോണൽ മാനേജർ നേരിട്ട് കണ്ട് ഞാൻ സംസാരിച്ചു. കുന്നത്തൂർ ടെക്സ്റ്റൈൽസിന്റെ പാരമ്പര്യവും ഗുഡ്വില്ലും ഒക്കെ മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട് ഞാൻ. പിന്നെ ബാങ്കിന് സമ്മതിക്കാതിരിക്കാൻ പറ്റുമോ? 50 ലക്ഷം രൂപ ബാങ്ക് നമുക്ക് ലോണായിട്ട് തരും. എത്രയെന്നാ പറഞ്ഞത്? അമ്മേ, 50 ലക്ഷം. ഇത്രയും വലിയ തുക വായ്പ തരുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാ? പറഞ്ഞില്ലേ അമ്മേ, നമ്മുടെ ഗുഡ്വിൽ. എന്നാലും എന്തെങ്കിലും ഈട് കൊടുക്കാതെ ബാങ്കുകാര് വായ്പ തരുവോ? അതും 1/2 കോടി രൂപ. അമ്മേ, ഒപ്പിട്ട ഈ സ്റ്റാമ്പ് പേപ്പറുകൾ മാത്രം മതി ഈടായിട്ട്. അമ്മയൊന്ന് സൈൻ ചെയ്ത് തന്നാൽ മാത്രം മതി. നാളെ തന്നെ ഞാനിത് ബാങ്കിൽ കൊടുക്കാം. 2 ആഴ്ചക്കകം തുക പാസ്സായി കിട്ടും. 2 മാസത്തിനുള്ളിൽ നമുക്ക് പുതിയ ഷോറൂം തുടങ്ങുകയും ചെയ്യാം. കുന്നത്തൂർ വെഡ്ഡിംഗ് സാരി സെന്റർ, മംഗല്യപ്പട്ടിന്റെ മഹാശേഖരം. എങ്ങനെയുണ്ട്?
നല്ല ഐഡിയ അല്ലേ? ആ ഐഡിയ ഒക്കെ നല്ലത് തന്നെ. എന്നാൽ അമ്മ ഈ മുദ്രപത്രത്തിലൊക്കെ ഒന്ന് ഒപ്പിട്. ദൈവങ്ങളുടെയും നിലവിളക്കിന്റെയൊക്കെ മുമ്പിൽ വെച്ച് ഐശ്വര്യമായിട്ടാവട്ടെ സൈൻ ചെയ്യല്. ദാമേ എന്താമ്മേ, എന്നെ വിശ്വാസമില്ല അമ്മയ്ക്ക്? വിശ്വാസക്കുറവൊന്നും ഇല്ല യതീന്ദ്ര. പിന്നെന്താ പ്രശ്നം? ഇന്ന് ഞാൻ ഒപ്പിടില്ല. ഇന്നേ ചൊവ്വാഴ്ചയാ. ചൊവ്വയും വെള്ളിയും ഇതുപോലുള്ള ശുഭകാര്യങ്ങൾക്ക് ഒട്ടും പറ്റിയ ദിവസങ്ങളല്ല. അത് രാത്രി സമയത്തല്ലേ ഉള്ളൂ പ്രശ്നം അമ്മേ. ആര് പറഞ്ഞു? ചൊവ്വാഴ്ച പകലും ദോഷമുള്ളതാ. നാളെ ആവട്ടെ, നോക്കാം. ഉദയന്നൂര് ചെന്ന് കാറ് രഘുനാഥനെ ഏൽപ്പിച്ചിട്ട് പറയണം ഫുൾ ടാങ്ക് ഡീസൽ അടിച്ചിട്ടുണ്ടെന്ന്. പറയാം ചേച്ചി. ആ അയ്യോ ഇതൊന്നും വേണ്ട. വാങ്ങിക്കേ. ഇറങ്ങുമോളെ. ഇത് ആരൊക്കെ വന്നിരിക്കുന്നത്? നാട് നിരക്കാൻ പോയിട്ട് പെട്ടെന്ന് ഇങ്ങോട്ട് തിരിച്ചു വന്നോ? ലേറ്റ് ആയപ്പോ ഞാൻ വിചാരിച്ചു രണ്ടുപേരും പോയ വഴിക്ക് എങ്ങോ മുങ്ങിയെന്ന്. മുങ്ങാനും പൊങ്ങാനും പ്രത്യേകം വൈഭവമുള്ള ആളുകളാണല്ലോ അമ്മയും മോളും. അല്ല, വന്ന കാലിൽ ഇങ്ങനെ പോസ്റ്റ് ആവാതെ അകത്തോട്ട് കേറിയിരിക്കേ ഇല്ല. ഒന്ന് കേറിയിട്ട് പോന്നേ, എന്റെ തറവാടല്ലേ. പോണ എനിക്ക് വിദ്യാഭാരതിയുടെ മോൾക്ക് എന്താ ഇത്ര തിരക്ക്? അവക്ക് വീട്ടിലെത്തണ്ടേ? ഏത് വീട്? അമ്മ വീടോ അതോ അച്ഛന്റെ വീടോ? പിഴച്ചുണ്ടായ സന്തതിക്ക് ഏതാടി വീട്? അല്ലെങ്കിൽ എവിടാ വീട്? ഈ വർത്താനം കൊണ്ടാ അവൾ ഈ വീട്ടിലേക്ക് കേറുന്നില്ലെന്ന് പറഞ്ഞത്. ആ, ഇതുപോലുള്ള വർത്താനങ്ങൾ ഇനിയും ഞാൻ പറയും. വിദ്യാന് ഇവിടുന്നേ ഉദയന്നൂർക്ക് വിളിച്ചോണ്ട് പോയനെ. അത്ര കലിയുണ്ട് എനിക്ക്. മര്യാദയുടെ പേരിൽ വീട്ടിലൊന്ന് കേറിയിട്ട് പോവാന്ന് പറഞ്ഞപ്പോഴേ അവളുടെ ഒരു നെകളിപ്പ്. തുള്ളിച്ചാടി എങ്ങോട്ടാടി പോകുന്നത്? എന്റെ ഭർത്താവിന്റെ വീട്ടിലേക്ക്. എന്താ? ഭർത്താവിന്റെ വീടോ? അങ്ങനൊരു താവളം നിനക്കുണ്ടാക്കി തന്നതേ ഈ ഞാനാ. അതൊരു ഉപകാരമാണെന്ന് പ്രതാപേട്ടൻ കരുതുന്നുണ്ടോ? എന്നാൽ അതൊരു ഉപദ്രവമായിട്ടാ ഞാൻ വിചാരിക്കുന്നത്. ഉപകാരമായാലും ഉപദ്രവായാലും അവിടെ അടങ്ങി ഒതുങ്ങി കഴിഞ്ഞോണം. അതോ കെട്ടുപൊട്ടിച്ച് എങ്ങോട്ടെങ്കിലും ചാടി പോണമെന്നുണ്ടോ നിനക്ക്? പോണമെന്നുണ്ടായിരുന്നെങ്കിലേ ഇതിനോടൊക്കെ എനിക്കതാവായിരുന്നു. എന്താ നീ പറഞ്ഞേ? ആരും തടയാൻ വരില്ലായിരുന്നു. അതിനുള്ള റിഹേഴ്സൽ ആയിരുന്നോ 2 ദിവസം നീണ്ട ഈ യാത്ര? അങ്ങനെ വിശ്വസിക്കാനാണ് തോന്നുന്നെങ്കിൽ നിഷേധിക്കുന്നില്ല. നിർത്തിക്കോ. ഞാൻ വാങ്ങിത്തന്ന ചങ്ങല കഴുത്തിലിട്ടോണ്ട് എന്റെ നേരെ കുരയ്ക്കാൻ വരുന്നോ? പ്രതാപേട്ടാ പറയട്ടെ അമ്മേ, താലിമാലയാണെന്ന് പറഞ്ഞ് എനിക്ക് നേടിത്തന്നത് ചങ്ങലയാണെന്ന് സ്വയം സമ്മതിച്ചല്ലോ, അത് മതി. പക്ഷെ ചങ്ങല കഴുത്തി വീണ സമയത്ത് ആരും പറഞ്ഞില്ല കുരയ്ക്കരുതെന്ന്. അങ്ങനെ ഒരു എഗ്രിമെന്റ് ഇല്ലാത്തടത്തോളം എനിക്ക് ഇഷ്ടം പോലെ കുരയ്ക്കാം, വേണ്ടി വന്നാ കടിക്കാം. അമ്മേ, ഞാൻ ഇറങ്ങാം. അമ്മായിയുടെ അന്വേഷണം പറയണം. ടാക്സിക്കുള്ള പൈസ അമ്മ തന്നത് എൻ്റെ കയ്യിലുണ്ട്, അത് മതി. ശരി ശരി. മകൾക്ക് പോക്കറ്റ് മണിയൊക്കെ സമ്മാനിക്കാൻ മാത്രം പണക്കാരിയായോ വിദ്യ? നിക്കാൻ എവിടെയൊക്കെ പോയി അവളെയും കൊണ്ട്? ഉദയന്നൂരെന്ന് പറഞ്ഞിട്ടില്ലേ ഞാൻ ഇവിടുന്ന് പോയത്. പക്ഷേ അവിടെ ചെന്നപ്പോ നിന്റെ പ്ലാനൊക്കെ മാറിയല്ലേ? പെണ്ണിന്റെ പൂർവകാമുകന്റെ അടുത്ത് നീ എന്തിനാ അവളെ കൊണ്ടുപോയത്? ആ താടിക്കാരൻ ചക്കരുമായിട്ടുള്ള അവളുടെ ബന്ധം പൊടിതെറ്റിയെടുക്കാനോ? അതോ ഇപ്പോഴും രഹസ്യമായിട്ട് ആ റിലേഷൻ തുടരുന്നുണ്ടോ?
ഛേ, എന്താ ഇത്? നന്ദനയ്ക്ക് അവള് നേരത്തെ വളർന്ന ആ വീടൊന്ന് പോയി കാണണമെന്നൊരാഗ്രഹം പറഞ്ഞു. കൂട്ടിന് ഞാനും പോയി. ഈ പറഞ്ഞതിൽ വിട്ടുപോയ ചില വാക്കുകളുണ്ട്, അത് ഞാൻ പൂരിപ്പിക്കാം. നന്ദന വളർന്ന വീട് എന്ന് പറയുമ്പോ അവളുടെ അച്ഛന്റെ വീട്. ആ അച്ഛൻ നിന്റെ ആരാ? ഞാനിവിടെ ഇരുന്നോണ്ട് ഒന്നും അറിയില്ല എന്ന് വിചാരിച്ചോ നീ? നിന്റെ മറ്റവന്റെ വീട് കണ്ട് കോരിത്തരിക്കാൻ പോയതാണോ നീ? അയാള് ജീവിച്ചിരുന്നെങ്കിൽ അവനെ കണ്ട് കോരിത്തരിക്കാനും നീ പോകുമായിരുന്നല്ലോ. എന്താണ് നീ തുറച്ചു നോക്കുന്നത്? ശരിയാ, ആ മനുഷ്യൻ ജീവിച്ചിരുന്നെങ്കിൽ ഞാൻ ചിലപ്പോ പോകുമായിരുന്നു. വിദ്യേ, അത് പക്ഷേ നിങ്ങൾ വിചാരിക്കുന്ന പോലെ അദ്ദേഹത്തെ കണ്ട് കോരിത്തിരിക്കുവാനൊന്നുമല്ല, മറിച്ച് മാപ്പ് ചോദിക്കാൻ വേണ്ടിയാ. ഒരിക്കൽ ഉപേക്ഷിച്ചതിന് അതിന് പകരമായി കിട്ടിയ ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് അറിയിക്കുകയും ചെയ്യാമല്ലോ. പക്ഷേ അതിനെനിക്ക് അവസരം കിട്ടിയില്ല. ശിവരാമേട്ടൻ മരിച്ചുപോയില്ലേ? നിർത്തണേ. മരിച്ചാലും നിന്റെ മനസ്സിനെ അവൻ ഇറങ്ങിപ്പോയിട്ടില്ല. ശിവരാമന്റെ വിയർപ്പിന്റെ നാറ്റം നിന്റെ ദേഹത്തുനിന്ന് പോയിട്ടില്ല. ശിക്ഷ അനുഭവിക്കുന്ന നീയല്ല, ഞാനാ. നിന്നെ അവൻ തൊട്ടതിന്റെ ദുർഗന്ധം ചാവോളം അനുഭവിക്കേണ്ട ഗതികേട് എനിക്കാ. വെറുതെ അല്ലല്ലോ, അതിന് ചേർത്ത് വിലയിട്ടില്ലേ എന്നെ കല്യാണം കഴിച്ചത്. വിലപേശി ഉറപ്പിക്കുകയായിരുന്നു. അപ്പൊ കുറെ നാറ്റ സഹിക്കണം. എന്നും അകന്നുപോയ ആ മനുഷ്യന്റെ കുഴിമാടത്തിന് മുമ്പിൽ ചെന്ന് നിന്ന് ഒന്ന് പ്രാർത്ഥിച്ചപ്പോ മനസ്സൊന്ന് തണുത്തതാ. വീണ്ടും വന്നിരിക്കുന്ന കെട്ടുമുട്ടിലേക്ക്. ഇതാണ് ശിക്ഷ, ഇതാണ് വിധി. ശരി. ഓക്കെ. വരുന്ന വഴി നല്ല മഴയായിരുന്നു. ഇന്ന് പുറത്തെങ്ങും പോയില്ലേ? പോയെങ്കിൽ പിന്നെ ഞാനോട് ഇരിക്കോ? നിന്നേ, അങ്ങോട്ട് ഞാൻ കൊണ്ടുവിട്ടു. ഇങ്ങോട്ടൊന്ന് കൂടെ വരാൻ ആരുമില്ലായിരുന്നോ? ഉദയന്നൂരിന്ന് അമ്മയും ഞാനും കൂടിയാ പോന്നത്. അമ്മ ഇലഞ്ഞിക്കൽ ഇറങ്ങി. അവിടെ 2 ദിവസം തങ്ങിയിട്ട് വന്നാൽ മതിയായിരുന്നല്ലോ. അമ്മ, രണ്ടാനച്ഛൻ, കുഞ്ഞാങ്ങളമാർ ഹാപ്പിയും കൂടായിരിക്കല്ലോ അവിടെ. ഞാൻ ചോദിക്കാം ഉദയ, നന്ദനി എന്താ പെട്ടെന്ന് ഇങ്ങോട്ട് മടങ്ങിപ്പോന്നത്? ഒരാഴ്ച കഴിഞ്ഞിട്ട് വന്നാ മതിയായിരുന്നല്ലോ. നന്ദനെക്കുറിച്ച് ഇങ്ങനല്ല ഞാൻ വിചാരിച്ചിരുന്നത്. ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോ എന്നെ അങ്ങ് മറന്നു. ആ പെറ്റമ്മയും മുത്തശ്ശിയൊക്കെ കണ്ടു കഴിഞ്ഞാ പിന്നെ അമ്മായിയമ്മ ആരോർക്കുന്നു? അമ്മേ, ഞാൻ പോയിട്ട് ഒരു തവണ പഴി തീർക്കാനൊരു ഫോൺ ചെയ്തു. പിന്നെ എന്നെ ഒന്ന് വിളിക്കാൻ പോലും തോന്നിയോ നിനക്ക്? അങ്ങോട്ട് വിളിച്ചപ്പോ സ്വിച്ച് ഓഫ് ചെയ്തു വെച്ചിരിക്കുന്നു. അമ്മ, ഞാൻ സ്വിച്ച് ഓഫ് ചെയ്തതല്ല. റേഞ്ച് ഇല്ലാത്തോണ്ട് ഫോൺ തന്നെ ഓഫായി പോയതാ. അമ്മ വിളിച്ചപ്പോ കിട്ടാതിരുന്നത് റേഞ്ച് ഇല്ലാത്തോണ്ടാ. പറയാൻ ഓരോ കാരണങ്ങൾ കാണും. എന്തായാലും നന്ദനയുടെ ഈ യാത്രയോടെ ചില കാര്യങ്ങളൊക്കെ തിരിച്ചറിയാനായി. ഇങ്ങനെയൊന്നും പറയാതമ്മേ. ഞാൻ അമ്മയെ മറന്നതൊന്നുമല്ല. മനസ്സിൽ പോലും അങ്ങനെ വിചാരിച്ചിട്ടില്ല. വിചാരിച്ചാലും എനിക്ക് അങ്ങനെ കഴിയുമെന്ന് അമ്മ വിശ്വസിക്കുന്നുണ്ടോ? ഭംഗി വാക്കുകളൊക്കെ പറയാനും കൊള്ളാം, കേൾക്കാനും കൊള്ളാം.
സത്യം എന്താണെന്ന് അനുഭവിക്കുമ്പോഴേ അറിയൂ. ദേ, അമ്മിക്കല്ലിന് കാറ്റ് പിടിച്ചതുപോലെ നിൽക്കുക ഒരുത്തൻ. മുഖത്തിട്ടൊരു കുത്തുവെച്ച് കൊടുക്കുക വേണ്ടത്. എല്ലാം നിന്റെ കുഴപ്പാ ഉദയ. ഓ, അത് പണ്ടേ അങ്ങനെയാണല്ലോ. ഈ വീട്ടിലെ എല്ലാ പ്രശ്നങ്ങളുടെയും കാരണങ്ങൾ കൊണ്ടുവന്ന് ചാരി വയ്ക്കാനുള്ള ചുമരാണ് ഞാൻ. രണ്ടുപേരും ചേർന്ന് കുറെ പദ്ധതികൾ ആവിഷ്കരിച്ചതല്ലേ? എന്നിട്ടിപ്പോ എന്നെ പ്രതിക്കൂട്ടിൽ നിർത്താൻ നോക്കുക. വെറുതെയാ. ഞാനൊന്ന് ചോദിക്കട്ടെ, നീ ഇവളുടെ ഭർത്താവാണോ? അത് പറ. പറയേ. അല്ലെന്ന് പറഞ്ഞാ പിന്നെ ഈ താലി കെട്ടിയതാരാന്ന് ചോദിക്കുമല്ലോ. മിന്നി കെട്ടിയത് കൊണ്ട് മാത്രം ഭർത്താവാണെന്ന്. അതാ കുഴപ്പം. നീ തൻ്റെ അടുള്ള പുരുഷനായിരുന്നെങ്കിൽ നിന്റെ ഭാര്യ ഇങ്ങനെ തറവാട്ടി പോയി തന്നിഷ്ടത്തിന് താമസിക്കില്ലായിരുന്നു. അമ്മയെ സമ്മതിച്ചിട്ടല്ലേ ഞാൻ ഉദയനൂര് പോയത്. അത് അബദ്ധമായിന്ന് എനിക്കിപ്പൊ തോന്നുന്നു. കുറച്ച് സ്വാതന്ത്ര്യം തന്നു എന്ന് കരുതി അത് ദുരുപയോഗം ചെയ്യരുത്. അതിര് കടക്കരുത്. ഞാൻ എന്ത് തെറ്റാമ്മേ ചെയ്തേ? കുടുംബത്ത് പോയിട്ട് ഇവിടെ നേരെ ചൊവ്വേ വിവരങ്ങൾ അറിയിച്ചില്ല, എന്നെ വിളിച്ചില്ല. എന്നിട്ട് തോന്നിയ സമയത്ത് കയറി വന്നിരിക്കുന്നു. ഇതല്ല ഞാൻ നന്ദനിൽ നിന്ന് പ്രതീക്ഷിച്ചത്. ഒട്ടും ശരിയായില്ല കേട്ടോ. അമ്മേ, ഇങ്ങോട്ട് നോക്ക്. ഉദയം വണ്ടിയെടുത്ത് പുറത്തേക്ക് പോയി. ഇങ്ങോട്ടൊന്ന് നോക്കു മോളെ. കരയുവാണോ നീ? മോളെ, അമ്മ പറഞ്ഞത് നിനക്ക് മനസ്സിലാവാഞ്ഞിട്ടാ. ഇത്ര മണ്ടിയായി പോയല്ലോ കുട്ടി നീ. കരയില്ലേ? അയ്യേ, കല്യാണം കഴിഞ്ഞ് ഞാൻ ഈ വീട്ടിലേക്ക് വന്നത് കരയരുതെന്ന് മനസ്സിൽ ഉറപ്പിച്ചിട്ടാ. അതിന് കാരണമുണ്ട്. ഞാൻ കടന്നു പോകുന്ന വഴികളിലെല്ലാം കണ്ണീരിന്റെ അടയാളമുണ്ടായിരുന്നു. പെറ്റമ്മയെക്കുറിച്ചുള്ള ഓർമ്മ പോലും ഒരു സമയത്ത് എനിക്ക് ഏറ്റവും വലിയ സങ്കടമായിരുന്നു. വളർത്തമ്മ സന്തോഷിച്ചത് ഞാൻ കരയുന്ന കണ്ടിട്ടാ. പക്ഷെ കണ്ട നാള് മുതൽ ഭർത്താവിന്റെ അമ്മ എനിക്ക് ആശ്വാസമായി. ഞാൻ അക്കാര്യത്തിലെങ്കിലും ഭാഗ്യവതിയാണെന്ന് സ്വയം ആശ്വസിച്ചു. ഞാൻ വേണ്ടായിരുന്നു, ഒക്കെ അബദ്ധവിശ്വാസങ്ങളായിരുന്നു നിന്ന് ബോധ്യായി. ഞാൻ സ്നേഹിക്കുന്നവരും ഇങ്ങോട്ട് സ്നേഹിക്കുന്നവരും ഒരു ഘട്ടം കഴിയുമ്പോൾ എന്നെ വെറുക്കും. അതാ ഇതുവരെയുള്ള അനുഭവം. പക്ഷേ ഈ അമ്മ അങ്ങനെ ആവില്ലെന്ന് കരുതി. അവിടെ എനിക്ക് തെറ്റുപറ്റിപ്പോയി. ജാതകദോഷമായിരിക്കും,
മോളെ, അമ്മ പൊറുക്കണം. എന്താ എന്റെ കുട്ടി ഇങ്ങനെ തൊട്ടവാടിയായി പോയല്ലോ നീ? അയ്യേ, മതി കരഞ്ഞത്. ഉദയന്റെ മുമ്പിൽ വെച്ച് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം നിനക്ക് മനസ്സിലായില്ല. ഒക്കെ അവനെ കേൾപ്പിക്കാൻ വേണ്ടിയായിരുന്നു. സത്യം എന്തിനായിരുന്നു അതെന്ന് ഞാൻ പറഞ്ഞുതരാം. കൺമുമ്പിൽ വെച്ച് മോളെ ഞാൻ ഇത്രയും ശകാരിച്ചിട്ടും ഉദയന്റെ ഭാവം മോള് ശ്രദ്ധിച്ചോ? ഇല്ലെങ്കിൽ ഞാൻ ശ്രദ്ധിച്ചു. ഒന്നും തന്നെ ബാധിക്കുന്ന കാര്യമല്ലെന്ന മട്ടിൽ ഒരു നിൽപ്പ്. ഞാൻ പറഞ്ഞത് കേൾക്കാത്തതല്ല. അവന്റെ പേരെടുത്തിട്ടപ്പോ കണ്ടില്ലേ ചാടി വീണ അഭിപ്രായം പറയുന്നത്? അപ്പൊ എന്താ അതിന്ന് മനസ്സിലാക്കേണ്ടത്? മോളെ ആരെന്തു പറഞ്ഞാലും അവനൊന്നുമില്ല. മറുവശമുണ്ട്, അവനെ ആരെന്തു പറഞ്ഞാലും മോക്കും ഒന്നുമില്ല. അതെന്തൊരു ഭാര്യ ഭർത്തൃ ബന്ധമാ. Yeah.